പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസനാദം എന്ന ആത്മീക ശുശ്രൂഷയുടെ 60ാമത്തെ എപ്പിസോഡിലേക്കുള്ള സ്വാഗതത്തെയും വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. നിങ്ങൾ നൽകിത്തരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും കർത്തൃനാമത്തിൽ സ്നേഹത്തെയും ഒപ്പം വന്ദനത്തെയും നന്ദിയെയും അറിയിച്ചു കൊള്ളുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിനോടനുബന്ധിച്ച പദം തന്നെയാണ് ശീർഷകങ്ങൾ. സ്തോത്രം. ശീർഷകങ്ങൾ എല്ലാം പറയാൻ നമുക്ക് പറ്റില്ല. ഇത് ദൈവത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ശീർഷകങ്ങളാണ്. ദൈവവചനം പരിശോധിച്ചാൽ നല്ലതുപോലെ ദൈവവചനം അഭ്യസിപ്പിക്കുന്ന കർത്തൃഭൃത്യന്മാരുടെ ചിന്തകരുടെ അഭിപ്രായത്തിൽ 954 ശീർഷകങ്ങൾ ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. 954 ശീർഷകങ്ങളുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഒറ്റ നാമമേ ദൈവത്തിന് ഉള്ളൂ എന്നും കൃത്യമായും പഠിപ്പിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ തിരിച്ച് ചിന്തയിലേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ആ ശീർഷകങ്ങളിൽ ഒന്ന് പഴയ നിയമത്തിലെ ചില വേദഭാഗങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് തൽക്കാലം ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിന് ആധാരമായിട്ട് ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുകയാണ്. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തൻ്റെ അരമനയിൽ വസിക്കും കാലത്ത്. സ്തോത്രം. അവിടെ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ശീർഷകമാണ് യഹോവ. ഇത് ഈ അധ്യായത്തിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിച്ചിട്ട് അതിൻ്റെ വിശദീകരണത്തിന് മറ്റു ചില ഭാഗങ്ങളിലേക്ക് പോകാനും കൂടെ താല്പര്യപ്പെടുകയാണ്. പ്രധാനം ഈ അധ്യായത്തിൽ നിന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ അധ്യായത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന് യഹോവയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്ന ചില ശീർഷകങ്ങൾ മാത്രം ഓർപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് യഹോവ. ദൈവത്തിന് സ്തോത്രം. യഹോവ എന്ന പദം ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണെന്ന് നമുക്കറിയാം. അനന്തരം യഹോവയായ ദൈവം, യഹോവയായ ദൈവമെന്നും ദൈവമായ യഹോവ എന്നൊക്കെ വചനത്തിൽ ഒത്തിരി പദങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ പുറപ്പാട് പുസ്തകം പരിശോധിക്കുമ്പോൾ മോശയോട് തമ്പുരാൻ പറയുന്ന ചില പദങ്ങളുണ്ട്. അവർക്ക്, ആർക്ക്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർക്ക് ഞാൻ സർവശക്തിയുള്ള ദൈവമായി വെളിപ്പെട്ടു. യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ മോശയോടും അന്നത്തെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആ ഒരു ശീർഷകത്തിൽ തമ്പുരാൻ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അപ്പം അവിടെ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊരു ചിന്ത നിങ്ങളുടെ അകത്ത് കിടക്കുമ്പോൾ തന്നെ ആ ചിന്തയെ ഓർപ്പിച്ചുണർത്തിക്കൊണ്ടാണ് ഞാൻ ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വന്നത്. അവിടെ യഹോവ വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിന് സ്തോത്രം. ഇത് ആരോടുള്ള ബന്ധത്തിലാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം. ആരാണ് ആ രാജാവ് എന്ന് ചോദിച്ചാൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി ഭാഗങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും 8-ാം വാക്യത്തിൽ ഉണ്ടത്. ദാവീദിനോട് ഇപ്രകാരം പറയണം. സ്തോത്രം. വേറെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഞാനത് പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ആര് എന്ന് ചോദിച്ചാൽ, രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ദാവീദാണ്. സ്തോത്രം. അപ്പം ദാവീദിന് ഈ ഒരു ശീർഷകം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? യഹോവ തനിക്ക് വെളിപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്തോത്രം. തനിക്ക് ചുറ്റും ശത്രുക്കളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തനിക്ക് ചുറ്റും ആരായിരുന്നു? ശത്രുക്കളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും പറയാനുണ്ടാകും, ചുറ്റും ശത്രുക്കളാണല്ലോ ദൈവമേ. അത് മനുഷ്യരെ അല്ലാട്ടോ വചനം പറയുന്നത്.
നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അത് ആദ്യം തിരിച്ചറിയണം. വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് പോരാട്ടം മനുഷ്യരോടില്ല. അധികാരവർഗം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നത്. നമ്മൾ ശത്രുക്കൾ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെ സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക എന്നാണ് വചനം പറയുന്നത്. ആരും നമുക്ക് ശത്രുക്കളില്ല. നമുക്കൊരു ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. വേറെ ശത്രു ഇല്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇത് പഴയ നിയമമാണ്. ഈ ഭാഗം സ്തോത്രം. പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് യുദ്ധങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ നീതി അതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ തരത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ പരിശോധിച്ച് വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്ന് അവരുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. ഇന്നത്തെ പ്രമാണം എന്ന് പറഞ്ഞാൽ വേറെയാണ്. സ്തോത്രം. ഇന്ന് നമുക്കുള്ളത് കർത്താവ് ക്രൂശും സ്നേഹവുമാണ്. അന്ന് അങ്ങനല്ല. കണ്ണിന് പകരം കണ്ണ്, ത്വക്കിന് പകരം ത്വക്ക് എന്നിത്യാദി ചിന്തകൾ നിലനിൽക്കുകയും അത്തരത്തിലുള്ള പ്രമാണങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിലാണ് ഈ സംഭവിക്കുന്നത്. അന്ന് ദാവീദിന് ചുറ്റും ശത്രുക്കളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് ശത്രുക്കളുള്ള കാലത്തോളം സ്വസ്ഥതയില്ല. പ്രൈസ് ഗോഡ്. ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, പല വിഷയങ്ങൾക്ക് വേണ്ടി നാം പോരാടി പ്രാർത്ഥിക്കുന്നു അല്ലേ? സ്തോത്രം. ഒന്ന്, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അധികാരവർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപദ്രവിക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാണ്. സ്തോത്രം. പക്ഷേ കാലങ്ങൾ കൊണ്ട് പുറത്തു പറയാൻ കഴിയാത്ത ചില അവസ്ഥകൾ ശരീരത്തിലുണ്ടായിട്ട് അത് പുറത്തു പറയാൻ കഴിയാതെ ഭാരപ്പെടുന്നുവെങ്കിൽ, അത് നിങ്ങൾക്കൊരു ശത്രുവായി വെളിപ്പെട്ട് വരുന്നുവെങ്കിൽ, അതിൻ്റെ മേൽ അധികാരത്തോടെ വിജയം തരാൻ യഹോവയായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവയാണ് പുതിയ നിയമത്തിലെ കർത്താവെന്ന് മറക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ എന്ന് പഴയ നിയമത്തിൽ കാണുമ്പോൾ, പുതിയ നിയമത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ അത് കർത്താവിന് വഴിയൊരുക്കുവിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാൽ പഴയ നിയമത്തിലെ യഹോവയാണ് പുതിയ നിയമത്തിലെ ക്രിസ്തുവെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ ഓർത്തിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഈ യഹോവയായി വെളിപ്പെട്ടപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, അടങ്ങാതെ കിടക്കുന്ന ചിലതുണ്ടായിരുന്നു. സ്തോത്രം. ഇത് അടങ്ങാതെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയില്ല. അത് ഇടയ്ക്ക് പൊന്തും. സ്തോത്രം. മിഥ്യാന്യർ ഇടയ്ക്കിടെ പാളയമിറങ്ങിയ ചരിത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അവസരം കിട്ടുമ്പോൾ ഇതൊക്കെ തലപൊന്തിക്കും. ശരീരത്തിനകത്ത് ക്യാൻസർ എന്ന രോഗമുണ്ടെങ്കിൽ, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നമ്മളിൽ കുറഞ്ഞു വന്നാൽ ചിലപ്പോൾ അത് തലപൊന്തിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കും പോലെ തന്നെ അവൻ ദൈവജനത്തിന്, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അകത്ത് ദൈവസ്നേഹത്തിൻ്റെ കുറവോ, പക്ഷെ മറ്റ് ഏതെങ്കിലും ദൈവിക ബന്ധത്തിലുള്ള ഈ അടുപ്പത്തിലേക്കുള്ള ആ ഒരു ആവേശത്തിന് കുറവോ, കർത്തൃ ശുശ്രൂഷയിൽ ഒരു ഉഴപ്പോ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യത്തിൽ ദൈവിക ബന്ധത്തിൽ ഒരു അകൽച്ചയോ സംഭവിക്കുമ്പോൾ ഇവൻ ഉടനെ തലവന്തിക്കും. സ്തോത്രം. ഇവൻ തലവന്തിച്ചാൽ നമുക്ക് പിന്നെ സ്വസ്ഥതക്കേടാണ്, പിന്നെ നമുക്ക് സ്വസ്ഥതയില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് കർത്താവിന് പറയാനുള്ളത്, ഞാൻ അതിനെ അടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, അടക്കിയാലേ എന്തു വരൂ? സ്വസ്ഥത വരൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. പ്രൈസ് ദി ലോർഡ്. അടക്കിയപ്പോൾ സ്വസ്ഥത ഭവിച്ചു. അങ്ങനെയാണെങ്കിൽ യഹോവ എന്ന നാമത്തിൽ പഴയ നിയമത്തിൽ ഇവിടെ വെളിപ്പെട്ടപ്പോൾ, ഇവിടെ ദാവീദിന് യഹോവയായി വന്നപ്പോൾ, യഹോവ ദൈവമായി തന്റെ അടുക്കൽ വന്നപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും: ദൈവം എനിക്ക് ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഒരു ശീർഷകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലാണ്. ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ
ദേവദാരു അരമനയിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ പെട്ടകമോ തിരശീലയ്ക്കകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഇവിടെ വെളിപ്പെട്ട ഒരു പദം, ഒരു കോമൺ നെയിമാണ് ദൈവം. സ്തോത്രം. ദൈവമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവിടെ പറയുന്നു ദൈവത്തിൻ്റെ പെട്ടകം തിരശീലയ്ക്കകത്തിരിക്കുകയാണ്. ആമേൻ. അത് ഇതുവരെ അതിനായി അടിച്ച കൂടാരത്തിലേക്ക് വെച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദിനെ സംബന്ധിച്ച് ആ ഒരു ജോലിയെ തനിക്കുള്ളൂ. ആലയം പണിയുന്നത് താനല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ആലയം പണിയുന്നത് തൻ്റെ മകനാണ്. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തു. ഏതോ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് പെട്ടകം തിരശീലയ്ക്കകത്തിരിപ്പാണോ? ദൈവത്തിന് അവിടെ വെളിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലേ? ദൈവത്തിന്റെ പെട്ടകം ആയിരിക്കുന്ന ഇടത്ത് നിന്ന് അതിനായി അടിച്ച കൂടാരത്തിലേക്ക് മാറ്റാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ആലയ പണിയോട് ബന്ധപ്പെട്ട് ഭാരത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാൻ ഒരു ദൂതുണ്ട്. ദൈവം അവിടെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവമായി വെളിപ്പെട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതുവരെ മുടങ്ങിക്കിടന്ന പലതും കർത്താവ് അവിടെ പുനരുജ്ജീവിപ്പിക്കുകയാണ്. വർഷങ്ങൾ കൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ നശിപ്പിക്കപ്പെട്ട ആലയം ആഗ്രഹിച്ചിട്ട് ജനത്തിന് മേൽ വീണ ഡിക്രി അനുസരിച്ച് അവർ പുറപ്പെട്ടിട്ടും അത് മുടങ്ങിക്കിടന്നു എന്ന് ദൈവവചനവും ചരിത്രവും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുവെങ്കിൽ, അങ്ങനെ സംഭവിച്ചൊരു ചരിത്രമുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളോടുള്ള ബന്ധത്തിൽ, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ആലയ വിഷയത്തിനു വേണ്ടി ഞെരുങ്ങുകയോ, വല്ലാത്ത ഭാരങ്ങൾ നിങ്ങളെ ഭരിക്കുകയോ, എന്തൊക്കെയോ പ്രയാസങ്ങൾ നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിലൂടെ ഞാൻ പറയട്ടെ, അത് പുനരാരംഭിക്കേണ്ട സമയമായി. നിലവിളിക്കും, വേദനയ്ക്കും, കഷ്ടത്തിനും, അത്തരത്തിലുള്ള ദുഃഖത്തിനും അറുതി വരുത്തി അതിനെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കാൻ എൻ്റെ കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെടുന്ന സമയമാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മൂന്നാമത്തൊരു ശീർഷകം കൂടെ ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അത് 7-ാം അധ്യായത്തിൻ്റെ തന്നെ 8-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിച്ചാലും, ശ്രദ്ധയോടെ തിരുവചനം ശ്രദ്ധിച്ചാലും, ആകയാൽ എൻ്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടത്തുമ്പോൾ തന്നെ എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ശീർഷകമാണ് ദൈവത്തിന് സ്തോത്രം, സൈന്യങ്ങളുടെ യഹോവ. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ യഹോവ ആരാണ്? ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്. ആമേൻ. സൈന്യങ്ങളുടെ യഹോവ, ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ എന്ന പേരിൽ അവിടെ വന്നതിൻ്റെ പുറകിൽ ദാവീദിനോടുള്ള ബന്ധത്തിലെ ഉദ്ദേശം എന്താ എന്ന് ചോദിച്ചാൽ, ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിനാണ് ദൈവം തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, പുൽപ്പുറത്ത് നിന്നാണ് തിരഞ്ഞെടുത്തത്. പുൽപ്പുറത്ത് എന്തായിരുന്നു ജോലി എന്ന് ചോദിച്ചാൽ, ആടുകളെ നോക്കി നടക്കുമ്പോഴാണ്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ആമേൻ. കർത്താവിൻ്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നോക്കി നടത്തുമ്പോൾ തന്നെ എടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു ആട്ടിൻകുട്ടിക്ക് എന്തെങ്കിലും ക്ലേശം സംഭവിക്കുമ്പോൾ അതിൻ്റെ യജമാനൻ ചിലപ്പോൾ അതിനെ എടുത്ത് തുള വയ്ക്കുമോ, അത് വഴിതെറ്റിപ്പോയാൽ കണ്ടുകിട്ടിയാൽ എടുത്ത് തുള വയ്ക്കുമോ, ചിലപ്പോൾ അതിനെ കയ്യെ പിടിച്ച് നടക്കുമോ? സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ എടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് എടുത്തിരിക്കുന്നത്? ആമേൻ. കർത്താവിൻ്റെ വചനം പറയുന്നു, ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന്. അത് ആര് എന്ന് ചോദിച്ചാൽ, തൻ്റെ ജനമാണ്. ആരുടെ ജനം? കർത്താവിൻ്റെ ജനം. ആ ജനത്തിന് പ്രഭുവായിരിക്കേണ്ടതിനാണ് ദൈവം അവിടെ നിന്ന് തൻ്റെ പുറത്തിനെ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൂത് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ എടുത്തിരിക്കുന്നതിന് പുറകിലൊരു കാരണമുണ്ട്. തൻ്റെ ജനത്തിന് പ്രഭുവായിരിക്കേണ്ടതിനാണ്. അതിന് തടസ്സം പിശാച് നിൽക്കുന്നുവെങ്കിൽ അത് മാറ്റാൻ നിങ്ങളുടെ നടുവിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ, സൈന്യങ്ങളുടെ യഹോവയുണ്ട്.
ആ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗപിതാവേ, തിരുകൃപയ്ക്ക് സ്തോത്രം. തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഉത്തരവാദിത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന ദുഷ്ടൻ്റെ ആധിപത്യങ്ങളെ തകർക്കണമേ, അത്യന്ത ശക്തി പകരണമേ. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ.